അവിടുത്തെ ക്ഷേത്രത്തിൽ ദൈവം ഈശ്വരൻ അവിടുത്തെ പൂജാരിയാണെന്നായിരുന്നു എൻ്റെ ഒരു കണക്കുകൂട്ടൽ. അതിൽ എന്നെ കുറ്റം പറയാൻ പറ്റില്ല. അവിടെ പൂജ നടത്തുന്ന ആള് കുഞ്ഞിമംഗലത്തുള്ള ഈശ്വരൻ നമ്പൂതിരിയായിരുന്നു. എല്ലാവരും ഈശ്വരോ എന്ന് വിളിക്കുന്നതിന് ഞാൻ കരുതി ഇയാളാ ഈശ്വരൻ. ഒരു ദിവസം ചായപ്പൊടി വാങ്ങാൻ വേണ്ടി ആ പ്രദേശത്താകെ ഒരു അനാദി കടയേ ഉള്ളൂ, ഇസ്മായിലിന്റെ കട. അവിടെ ചായപ്പൊടി വാങ്ങാൻ വേണ്ടിയിട്ട് എന്നെ അമ്മ പറഞ്ഞയച്ചപ്പോ ഈശ്വരനത് ആ ഓലക്കൊടിയും എടുത്തിട്ട് അനാദി കടയിലേക്ക് വരുന്നു. ഞാൻ അത്ഭുതത്തോടെ നോക്കി. ഈശ്വരൻ വന്നിട്ട് ഇസ്മയിലേ എന്ന് വിളിക്കുന്നു. എന്താ തിരുമേനി എന്ന് ചോദിക്കുന്നു ഇസ്മയിൽ. അടുത്ത അഷ്ടമി ഉത്സവത്തിന് നിന്റെ കടം മുഴുവൻ തീർത്തു തരാം. നാളെ ഭഗവാന് കത്തിക്കാൻ എണ്ണയില്ല ഇസ്മയിലെ, കുറച്ചും കൂടി നീ എണ്ണ കടം തരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഞാൻ അത്ഭുതത്തോട് കൂടിയാണ് ആ കാഴ്ച കണ്ടത്. സാക്ഷാൽ ഈശ്വരൻ വന്നിട്ട് മുസ്ലിം മതവിശ്വാസിയായ ഇസ്മായിലിന്റെ കടയിൽ നിന്ന് എണ്ണ തരൂ. ഇസ്മായിൽ കഴിഞ്ഞ വർഷം മരിച്ചത്. എണ്ണ തരുമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇസ്മായില് നേരെ പാത്രം വാങ്ങി യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ എണ്ണ അളന്നു കൊടുക്കുന്നു. ഈശ്വരോ രക്ഷതു എന്ന് പറഞ്ഞിട്ട് അയാൾ പോകുന്നു. അപ്പോഴാ മനസ്സിലായത് ഈശ്വരൻ വേറെ ഉണ്ട് എന്ന്. ഇയാൾ ഈശ്വരനാണല്ലോ പറയുന്നത്, ഈശ്വരോ രക്ഷതു. ദൈവസങ്കല്പങ്ങളെ പറ്റിയിട്ടുള്ള എന്റെ ധാരണകളെ അടിമുടി തകർത്തു കളഞ്ഞ സംഭവമായിരുന്നു അത്. ഞാനിതിവിടെ പറയാൻ കാരണം അത്ര ദാരിദ്ര്യമുള്ള ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയില്ല. ഇത്രയും കാശും ആളും അർത്ഥവും സംഭാരങ്ങളും വളർന്നു വരുന്നതിന് ആനുപാതികമായി എന്തായിരുന്നു വളരേണ്ടത്? ദൈവത്തിന്റെ ശക്തിയാണോ മനുഷ്യന്റെ സംസ്കാരമാണോ? നിങ്ങൾ പ്രാർത്ഥിച്ചതുകൊണ്ട് ദൈവത്തിനൊരു നേട്ടവുമില്ല. നിങ്ങൾ പ്രാർത്ഥിക്കാത്തത് കൊണ്ട് ദൈവത്തിനൊരു കോട്ടവുമില്ല. അണ്ടകടാഹം മുഴുവൻ നിയന്ത്രിക്കുന്നു എന്ന് പറയുന്ന ദൈവം ഈ അനന്തമജ്ഞാതം അവർണ്ണനീയം ഈ ലോകഗോളത്തിൽ കോടാനുകോടി നക്ഷത്രക്കൂട്ടത്തിൽ വെറും ഒരു നക്ഷത്ര സമൂഹമായ ആകാശഗംഗ മിൽക്കി വേയിലെ തിരുവാതിര എന്ന നക്ഷത്രത്തിന്റെ 1/6 വലുപ്പം മാത്രമുള്ള സൂര്യൻ എന്ന സാധാരണ നക്ഷത്രത്തിന്റെ 9 ഗ്രഹങ്ങളിൽ വ്യാഴത്തെ അപേക്ഷിച്ച് ഒരു ഗ്രഹമായ ഭൂമിയിൽ ഒരു നേന്ത്രപ്പഴത്തിന്റെ വലുപ്പമുള്ള ഈ കേരള സംസ്ഥാനത്തിലെ 14 ജില്ലകളിൽ ഒരു ജില്ല മാത്രമായ കണ്ണൂർ ജില്ലയിൽ 71 പഞ്ചായത്തിന്റെ കൂട്ടത്തിൽ ഒരു പഞ്ചായത്ത് മാത്രമായി ഇതാ ചെറുതാഴം പഞ്ചായത്തിൽ 10-18 വാർഡുകളുടെ കൂട്ടത്തിൽ ഒരു വാർഡിൽ ഒരു മൂലക്കുള്ള ഒരു വീട്ടിൽ കുറെ മുറികളുള്ള ഒരു മുറിയിൽ ഒരു കട്ടിലിന്റെ ഒരു തലക്ക് കിടന്നുറങ്ങുന്ന മനുഷ്യൻ വിചാരിച്ചിട്ട് ഈ ദൈവത്തെ നന്നാക്കാൻ പറ്റുമോ? ആലോചിച്ച് നോക്കൂ.